ഞാൻ ഇടവകയിലെ വിശ്വാസ പരിശീലന യൂണിറ്റിൻ്റെ HM ആണെങ്കിലും എന്തോ ഒരു നിയോഗം പോലെയാണ് എനിക്ക് ആ ചുമതല ഇടവകക്കാർ തന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ഈ 6 ദിവസവും വളരെ മനോഹരമായി യുവാക്കളെയും കുട്ടികളെയും ഒക്കെ ദൈവിക ചൈതന്യത്തിലേക്ക് നിറയ്ക്കാനായിട്ട് ഈ ധ്യാനം അനുഭവസാക്ഷ്യമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ദമ്പതി ധ്യാനവും പ്രാർത്ഥന ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ സ്നേഹവിരുന്നുമായിരുന്നു. ഇതുപോലൊരു സ്നേഹവിരുന്ന് ഇടവകക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുക എന്നത് വളരെ മനോഹരമായിട്ടാണ് ഇന്നത് നടത്തിയത്. തീർച്ചയായിട്ടും ധ്യാനഗുരുക്കന്മാരായിട്ടുള്ള ജോജോ അച്ഛനും തോമസ് അച്ഛനും അതുപോലെ നവവൈദികരായിട്ടുള്ള 4 അച്ഛന്മാർക്കും ഒപ്പം ഗാന ശുശ്രൂഷ നടത്തിയ ഡേവിസ് ചേട്ടനുമൊക്കെ ഒത്തിരി ദൈവാനുഭവങ്ങൾ നിറഞ്ഞ പരിശുദ്ധാത്മാനാൽ നിറഞ്ഞവരായി ഇനിയും നല്ല അനുഭവങ്ങൾ നല്ല ഇടവകകളിൽ ഇനിയും ധാരാളം ഉണ്ടാകട്ടെ എന്നും ഇനിയും ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നതാണെന്നും എന്നും അറിയിച്ചുകൊള്ളു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പ്രിയപ്പെട്ടവർ, ഞാൻ ഇപ്പോൾ വൈദികനായിട്ട് 37 വർഷമായി, മെത്രാൻസിനായിട്ട് 15 വർഷമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ഓരോ നിമിഷവും ചെല്ലുന്തോറും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമുണ്ട്, ഒരു ദൈവാനുഭവമുണ്ട്, ഒരു വലിയ ചിന്തയുണ്ട്. ദൈവം എന്നോട് പറയുന്നു, മോനെ, നിന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, നിന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈ ദേവാലയത്തിന് തിരുമുറ്റത്ത് ഈ ധ്യാനത്തിന്റെ സമാപന ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ കൂടെ ഭർത്താക്കന്മാരുണ്ടാവില്ല. ഒരുമിച്ച് താമസിക്കുന്നുണ്ടാകാം. ഭർത്താക്കന്മാർ നമ്മൾ തള്ളിപ്പറയും, ഭാര്യമാർ നമ്മൾ തള്ളിപ്പറയും, മക്കൾ നമ്മൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാകും. ഇന്ന് കാണുന്ന സുഹൃത്തുക്കള് നാളെ സുഹൃത്തുക്കളാകണമെന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ സംഭവിക്കും, ഒരാൾ മാത്രം നമ്മുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ കൂടെ ഉണ്ടാകണമെങ്കിൽ ആ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മൾ വിശുദ്ധിയോടുകൂടി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാ വിശുദ്ധിയോടുകൂടി നിൽക്കുക? വിശുദ്ധി നമുക്കുണ്ടാകണം. ഇപ്പം നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ വന്നു ധ്യാനം, അതുപോലെ തന്നെ കുടുംബ സന്ദർശനം, അതുപോലെ തന്നെ വചനവായന, കുമ്പസാരം ഒക്കെ വഴിയായിട്ട് നിങ്ങളൊക്കെ കുറേയൊക്കെ പരുവപ്പെട്ടിട്ടുണ്ടാകും. ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജീവിതം തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് സ്വീകാര്യതയുള്ള ജീവിതമായി സ്റ്റേബിളായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു അടിസ്ഥാനപരമായിട്ടുണ്ടാകണം. there should be sufficient space and time for God in my life. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മതിയായ ഇടവും സമയവും ഞാൻ കൊടുക്കണം. ധ്യാനത്തിന് വരുമ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചാൽ പോരാ, പള്ളിയിൽ വരുമ്പോൾ വചനം കേട്ടാൽ മാത്രം പോരാ. ഞാൻ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് പോകുമ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിതമായിരിക്കുന്ന എൻ്റെ ഭവനം എൻ്റെ ദേവാലയത്തിൻ്റെ എക്സ്റ്റൻഷനാണെന്നുള്ള ചിന്ത, അതാണ് യഥാർത്ഥത്തിൽ ആ എക്സ്റ്റൻഷനാണ് ദൈവമെങ്കിൽ ദേവാലയത്തിൽ സജീവനായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ ജീവിതം. ഞാൻ ജോലിക്ക് പോകുമ്പോഴും, ഞാൻ പഠിക്കാൻ പോകുമ്പോഴും, ഞാൻ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും എൻ്റെ കുടുംബവും എൻ്റെ ജോലി സ്ഥലവും ഈശോയുടെ എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ സഫിഷ്യൻറ്റ് സ്പേസ് ആൻഡ് ടൈം ഫോർ ഗാഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു രീതിയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനകളോട് എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടം വന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് ഒരു സമ്പാദ്യവും വേണ്ട, ഒരു വിജയവും വേണ്ട, ഒരു നേട്ടവും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്നതാണ്
ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്ന സഫിഷ്യൻറ്റ് സ്പേസ് ആൻഡ് ടൈം ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓർക്കാണ്, എനിക്ക് വളരെ പരിചയമുള്ള ആത്മബന്ധമുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം കടന്നു ചെന്നു. അപ്പോൾ ചേട്ടനും ചേച്ചിയും മക്കളൊക്കെ എൻ്റെ അടുത്ത് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവരാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് വർത്താനം പറഞ്ഞപ്പോൾ 2 കുട്ടികൾ, ചേട്ടന് 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികൾ. അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ഇരിക്കെ പുറത്തില്ല, ഈ വെള്ളത്തിൽ സോഡിയം ഇട്ട പോലെ ഇങ്ങനെ നടക്കാണ്. ഇരിക്കാൻ പറയുന്നുണ്ട്. അപ്പനും അമ്മയും പറയുന്നുണ്ട്, മോനെ അച്ഛൻ വന്നിരിക്കുന്നു, അച്ഛൻ ഇരുന്ന് നീ ശാന്തമായി കേൾക്ക്, ഇവിടെ വന്നിരിക്കുന്നു പറയും. അവനിരിക്കാൻ പറ്റില്ല. എന്നാൽ വേറൊരുത്തനുണ്ട്, അവൻ അവിടെ വന്ന് ശാന്തമായിരുന്ന് കേൾക്കാണ്, ഒരു കുസൃതിയില്ല. അതിൻ്റെ അർത്ഥം കുസൃതിയുള്ള കുട്ടികളൊക്കെ മോശമെന്നല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ആരെ മോശം? കാരണം ദൈവത്തിൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയുള്ള ഗിഫ്റ്റ് അല്ലേ. എന്തെങ്കിലുമൊക്കെ അക്ഷരപശകളൊക്കെ ഉണ്ടാകും, പക്ഷെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ മക്കളല്ലേ. എല്ലാ മക്കളും നമുക്ക് തരുന്ന, കുടുംബത്തിലേക്ക് തരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള, ദൈവത്തിന് മാത്രം തരാൻ സാധിക്കുന്ന അവർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ദൈവത്തിന് തരാൻ സാധിക്കുന്ന ഒരേ ഒരു ഗിഫ്റ്റ് ഉള്ളൂ, അത് മക്കളാണ്. ആണായാലും പെണ്ണായാലും. അപ്പം ഈ 2ാമത്തെ പയ്യൻ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഫ്രീഡം കൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ 2 മക്കളും ചേട്ടൻ്റെ മക്കളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ വളരെ തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞു, ഈ കുസൃതി കാണിക്കണമെന്ന് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ അവൻ BC ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു, ശാന്തമായിട്ട് വന്നിരിക്കുന്ന പയ്യനെ കണ്ടിട്ട് ചേട്ടനോട് പറയാണ്, അത് AD ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, AD നമുക്കറിയാലോ, ആന ഡോമിനി, ആഫ്റ്റർ ക്രൈസ്റ്റ്. മറ്റേത് ബിഫോർ ക്രൈസ്റ്റ്, BC. എന്താ ചേട്ടാ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ചേട്ടനോട് പറഞ്ഞു, അച്ഛാ ഈ BC-ക്കാരൻ ഞാൻ നവീകരണത്തിന് വരുന്നതിന് മുമ്പ് ജനിച്ചവനാ. ഞാൻ നവീകരണത്തിന് വരുന്നതിന് മുമ്പ് ജനിച്ചവനാണ് BC. ഞാൻ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം ജനിച്ചവനാണ് AD. ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങള് ദൈവാഭിഷേകമുള്ള കുഞ്ഞുങ്ങളാകണമെങ്കിൽ മാതാപിതാക്കൾ ആദ്യം അഭിഷേകമുള്ളവരാകണം. ദൈവവിശ്വാസത്തില്, ദൈവവചനത്തോടുള്ള, അതായത് ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ബൈബിളിനെ സ്നേഹിക്കുക. ദൈവവചനത്തിൽ ക്രിസ്തു ജീവിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ കർത്താവ് പരിപൂർണമായി സന്നിഹിതനാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന, അപ്പോഴെല്ലാം അഭിഷേകം ഉണ്ടാകുക. അപ്പോ ഈ ചേട്ടൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും BC-ക്കാരൻ ഞാൻ നവീകരണത്തിലേക്ക് വന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് മുമ്പുണ്ടായവനാണ്. AD-ക്കാരൻ ക്രിസ്തുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം ജനിച്ച കുഞ്ഞാണ്. മാതാപിതാക്കളെ, കല്യാണം കഴിക്കാൻ പോകുന്നവരെ ചിന്തിക്കണം. ചേട്ടൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിലും അതിൽ വലിയ സത്യമുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യത വേണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് നമുക്ക് കൃപകൾ ലഭിക്കണമെങ്കിൽ, നമ്മുടെ ജീവിത പങ്കാളികളും മക്കളും നമുക്കുള്ളവരൊക്കെ ദൈവാഭിഷേകത്തിൽ വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരണം. നമ്മുടെ ജീവിതത്തിലേക്ക് വചനത്തിന്റെ സത്ത് കടന്നു വന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസിന്റെ അതേ ചൈതന്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പള്ളിക്കുള്ളിൽ മാത്രമല്ല, പള്ളി ക്യാമ്പസിനുള്ളിൽ മാത്രമല്ല, ഈ ഒരു ആഴ്ച ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ അവസരത്തിൽ മാത്രമല്ല, എപ്പോഴും എൻ്റെ ജീവിതത്തിൽ there is a sufficient space and time. ആവശ്യത്തിനുള്ള ഇടവും സമയവും ദൈവത്തിന് കൊടുക്കുന്ന കുടുംബമാണ് എൻ്റേത്, ജീവിതമാണ് എൻ്റേത്, സമൂഹമാണ് എൻ്റേത് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ സ്വീകാര്യതയുള്ള, വിശുദ്ധിയുള്ള ജീവിതമായിട്ട് മാറണം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം നീതിബോധം ഉണ്ടാകണം. നീതി ആവശ്യപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ, നീതിക്ക് നിരക്കാത്തത് എനിക്ക് വേണ്ട എന്ന് പറയാൻ, അനീതിപരമായ മാർഗത്തിലൂടെ ഒരു സമ്പാദ്യവും വേണ്ട എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. നമ്മൾ ആദ്യത്തെ വായിച്ചു കേട്ടില്ലേ, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, ബാക്കിയൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടും. ഇത് ഞാൻ പറയുന്നതല്ല, നിത്യം ജീവിക്കുന്ന ഈശോയുടെ വചനമാണത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നീതിബോധത്തോടു കൂടി ജീവിക്കാൻ, എനിക്ക് അർഹതപ്പെടാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള താല്പര്യം.
എനിക്ക് അർഹതപ്പെടാത്ത, ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, എല്ലാവരും തൊട്ടുമുറ്റത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു കാറുണ്ട്. അപ്പം എനിക്കും കാറുണ്ടാവണം. തൊട്ടപ്പുറത്തെ വീട്ടിൽ എഞ്ചിനീയറും ഡോക്ടറും, ഇപ്പുറത്താണെങ്കിൽ ഞാൻ കൂലിപ്പണിക്ക് പോകണു, എൻ്റെ ഭാര്യയും കൂലിക്ക് പണിക്ക് പോകണു. പക്ഷെ അവൻ്റെ വീട്ടിൽ കാറ് എടുക്കുന്നു. അപ്പോൾ എനിക്കും കാറ് വേണം. അപ്പം എന്താ വേണ്ടത്? ഈ കാറുണ്ടാകാൻ ജോലി ചെയ്തൊരു കാശ് കൊണ്ട് നടക്കില്ല. അപ്പോൾ പിന്നെ വേറെ അരുതാത്ത മാർഗങ്ങളിലൂടെ നടക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കൈക്കൂലിയും ഈ തട്ടിപ്പും ഈ കളവും എല്ലാം ഇതിൻ്റെയൊക്കെ പരിണത ഫലമല്ലേ? ദൈവം എനിക്ക് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ദൈവം അനുവദിക്കാത്ത വഴികളിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് വേറെ വഴിക്ക് നഷ്ടപ്പെടുകയൊക്കെ. അതുകൊണ്ട് നീതിബോധം നമുക്കുണ്ടാകണം. ഞാൻ തൃശ്ശൂർ ബിഷപ്പ് ബസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാൻ ടൗണിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ പോയി. ബിഷപ്പ് ഹൗസ്, നിങ്ങൾക്കറിയാലോ ബിഷപ്പ് ഹൗസ് കിഴക്കേക്കോട്ട ആ ഭാഗത്താണല്ലോ. അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയി. അപ്പം നമുക്ക് ഏകദേശം രൂപ അറിയാലോ, എത്ര കാശ് ടൗണിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് വരുന്നൊക്കെ. ഏകദേശം അന്ന് ഒരു 10-20 വർഷം മുമ്പാണ്. അപ്പം ഞാൻ ഒരു 20-ന്റെ നോട്ട് എടുത്ത് ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ശരി, ഞാൻ ഇറങ്ങി. ഉടൻ തന്നെ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഫാദർ 20 ഞാൻ ബാക്കി തരണേ. അപ്പം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അല്ല അത് എടുത്തോ, കുഴപ്പമില്ല, നീ ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മീറ്റർ അനുസരിച്ച് 11 രൂപ ഞാൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പം 9 രൂപ എനിക്ക് തിരിച്ചു തരണം. അപ്പം അവൻ പറയണേ ഇതാ ഫാദറിനുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല കൊടുത്തോ, നിനക്ക് വളരെ ബുദ്ധിമുട്ട് പഠിച്ച ജീവിതമല്ലേ, നീ എടുത്തോ, അത് എനിക്ക് കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ തരുന്നതല്ലേ. ഫാദർ പറഞ്ഞു, ഫാദർ എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് വേണ്ടോ. ഞാൻ ചെയ്യുന്ന ജോലിക്ക് 11 രൂപയ്ക്കുള്ള അർഹത എനിക്കുള്ളൂ. ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി ആ പൈസ എൻ്റെ കയ്യിൽ നിർബന്ധമായി ഏൽപ്പിച്ചിട്ടാണ് പോയത്. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലുണ്ടാകും. അർഹതപ്പെടാത്തത്, എനിക്ക് അർഹിക്കാത്തത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യൻ ഓട്ടോറിക്ഷ ഓടിപ്പിച്ച് ജോലി ചെയ്ത് ആ ഭാര്യയെയും മക്കളെയും തീറ്റിപ്പോറ്റുന്ന പാവപ്പെട്ട മനുഷ്യൻ പറയാണ്, 11 രൂപയ്ക്ക് എനിക്ക് അർഹതയുള്ളൂ, ഈ 9 രൂപ എനിക്ക് അർഹതപ്പെടാത്തതാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നീതിബോധം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ലോകത്തെമ്പാടും കാണുന്ന കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് അമ്മയുടെ കഴുത്ത് മുറിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഭാര്യ അടിച്ച് പുറത്താക്കുന്നത്? എന്തിനു വേണ്ടി അപ്പനെയും അമ്മയെയും കുത്തിക്കൊന്ന് കാശുണ്ടാക്കാൻ പരിശ്രമിക്കുന്നത്? ഈ നീതിബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് അനുവദിച്ചിട്ടുള്ള വഴികളിലൂടെ നമുക്ക് കിട്ടിയത് മാത്രമേ നിലനിൽക്കുള്ളൂ. നമ്മുടെ ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർത്തിയാണെന്ന് ഞാൻ പറയും. സുഖങ്ങൾക്കുള്ള ആർത്തി, കാശിനുള്ള ആർത്തി, സ്ഥാനമാനങ്ങൾക്കുള്ള ആർത്തി, അതുപോലെ തന്നെ സ്വത്ത് സ്വരൂപിക്കാനുള്ള ആർത്തി. ഈ ആർത്തി മാറ്റിയാൽ ഈ ലോകം സ്വർഗമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ധ്യാനത്തിലൂടെ നമ്മൾ ചിന്തിക്കണം, ഇതിലേതാണ് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത്, ഏത് രീതിയിലുള്ള മാറ്റമാണ്. അതായത് യു ടേൺ നമ്മൾ എടുക്കണം. നമ്മൾ നേരെ പോകല്ലായിരുന്നേ, ഇനി യു ടേൺ എടുക്കണം. എവിടേക്കാ യു ടേൺ എടുക്കേണ്ടത്, എവിടേക്കാ തിരിയേണ്ടത്, നമ്മൾ ചിന്തിക്കണം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഇരുകരങ്ങൾ ശിരസ്സോട് ചേർത്ത് വെക്കുന്നു, ശിരസ്സോട് ചേർത്ത് കമിഴ്ത്തി വെക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. എൻ്റെ ശിരസ്സിനെ സമർപ്പിക്കുന്നു, എൻ്റെ ബുദ്ധിയെ സമർപ്പിക്കുന്നു. നന്മയായത് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവേ, എൻ്റെ ബുദ്ധിക്കു നീ പ്രകാശം നൽകണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ
എടുത്തു മാറ്റണമേ. മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, സ്നേഹിക്കുവാനുള്ള കൃപ നൽകി എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം നമ്മൾ ചേർന്ന് പാടുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഇരുകരങ്ങളും കണ്ണുകളോടൊന്ന് ചേർത്ത് വെച്ച്, വലതുകരം വലതു കണ്ണിൽ, ഇടതുകരം ഇടതു കണ്ണിൽ. കർത്താവേ, നന്മയായത് കാണുവാൻ നീ എൻ്റെ കണ്ണുകളെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. സുശേഷത്തിൽ പ്രകാരം കാണുന്നു, ഈശോ അന്ധൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, മകനെ നീ എന്ത് കാണുന്നു? അവൻ പറയുന്നു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. വീണ്ടും ഈശോവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചു, അവൻ്റെ കാഴ്ച തെളിഞ്ഞു. നല്ലത് കാണുവാനായിട്ട് അവന് സാധിച്ചു. തെളിമയുള്ള കാഴ്ച നൽകി. വെളിപാടിൻ്റെ പുസ്തകം വചനം ഓർമ്മപ്പെടുത്തുന്നു, നാഥാ, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനം നീ ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും ഞങ്ങളുടെ കാഴ്ചകളിൽ പൂർണ്ണതയില്ല, എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ചില മുൻവിധികളോടെ ഞങ്ങൾ പലതും കാണുന്നു, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നു, മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിലെ വികലതകളെ, കുറവുകളെ നാഥാ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എടുത്തു മാറ്റണമേ. ഞങ്ങൾക്ക് തെളിമയുള്ള കാഴ്ച നൽകി അനുഗ്രഹിക്കണമേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. പാടിയൊന്ന് പ്രാർത്ഥിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. എല്ലാവരും ഒന്ന് പാടിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഇരുകരങ്ങൾ കൊണ്ട് നിങ്ങളുടെ കണ്ണിലൊന്ന് വിശുദ്ധ കുരിശു വരച്ചൊന്ന് ആശീർവദിച്ച്, കരങ്ങൾ കാതുകളോട് ചേർത്ത് വെക്കുന്നു. വലതുകരം വലതുകാതിൽ, ഇടതുകരം ഇടതുകാതിൽ. കർത്താവേ, നന്മയായത് കേൾക്കുവാൻ നീ എനിക്കു നൽകിയ കാതുകൾ, മോശമായത് കേൾക്കുന്ന, കുറ്റം പറയുന്നത് കേൾക്കുന്ന, മോശം സംസാരങ്ങളിൽ ഏർപ്പെടുന്ന ആ കൂട്ടത്തിലായിരിക്കുന്ന ഒരു ദുശീലം എന്നിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണമേ. മോശമായത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, മൊബൈൽ ഫോണിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ മോശമായത് കാണുന്ന, മോശമായത് കേൾക്കുന്ന തെറ്റായ ബന്ധങ്ങളുടെ സംഭാഷണങ്ങൾ, ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുവാനായിട്ടിട വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാതുകളെ നാഥാ നീ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. 2 വട്ടം ചേർന്ന് പാടുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. കാതുകളെ വിശുദ്ധീകരിക്കണം. പാടിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഒന്ന് കുരിശു വരച്ചൊന്ന് ആശീർവദിക്കുന്നു. കുരിശു വരച്ച് ആശീർവദിക്കുന്ന കാതുകള്, ഇരുകരങ്ങൾ നിങ്ങളുടെ ചുണ്ടുകളോടൊന്ന് ചേർത്ത് വെക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അധരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ദൈവമേ, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുന്നവനാണ്. പ്രവാചകന്റെ അധരങ്ങളെ തീക്കനൽ കൊണ്ട് സ്പർശിച്ചപ്പോൾ ഇതാ അവൻ്റെ നാവ് വിശുദ്ധമായി തീർന്നു. ദൈവമേ, എൻ്റെ അധരം എനിക്ക് ഏറ്റവും വീഴ്ച വരുന്നത് എൻ്റെ നാവിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന്. ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, മറ്റുള്ളവരോട് മോശമായിട്ട് സംസാരിക്കുന്ന ഒരു ശീലം, ഒരു ദുശീലം എന്നിലുണ്ട്. സ്വയം എൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ. കള്ളം പറയുന്ന, നുണ പറയുന്ന ദുശീലങ്ങളുണ്ടെങ്കിൽ ഈശോ എടുത്തു മാറ്റണമേ. എൻ്റെ നാവിനെ, അധരത്തെ വിശുദ്ധീകരിക്കണമേ. ചേർന്ന് പാടിയൊന്ന് പ്രാർത്ഥിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. പരിശുദ്ധാത്മാവേ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. നല്ലത് പറയുവാൻ, നല്ലത് ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പാടിക്കേ. നിറയണമേ നീ
ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി സ്വരമുയർത്തി പാടിക്കേ. ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജിയോണ. ഞാൻ വയലത്തൂർ ഇടവക അംഗമാണ്. ഇതുവരെ ഞങ്ങളുടെ ഇടവകയിൽ നടന്നിട്ടുള്ള ധ്യാനങ്ങൾ വെച്ച് വളരെ ഒരു വേറിട്ട അനുഭവമാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ ഇടവകയിൽ ആദ്യമായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്നത്. സാധാരണ കണ്ടുവരുന്ന ധ്യാന രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു ധ്യാന രീതിയായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നു മരണാനന്തര ശുശ്രൂഷ. അത് എന്താ പറയാ, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് വളരെ ഭയങ്കര ഹൃദയത്തിൽ തൊടുന്ന പോലെയായിരുന്നു ആ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുപോലെ അവസാന ദിവസം ഉണ്ടായിരുന്ന കുടുംബ നവീകരണ ശുശ്രൂഷ, ദാമ്പത്യ നവീകരണ ശുശ്രൂഷ, ഇതൊക്കെ വളരെ വേറിട്ട അനുഭവമായിരുന്നു. ഒരു കൂട്ടായ്മ വളർത്താൻ, അതുപോലെ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന്, അതുപോലെ യുവജനങ്ങൾ ഒരുമിച്ച് യുവജനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവന്ന്, ഇതൊക്കെ ഒത്തിരി ഒരു വേറിട്ട അനുഭവമായിരുന്നു. അതുപോലെ ഒരു ചെറിയൊരു ക്യാമ്പ് പോലെയൊക്കെ ഞങ്ങൾക്ക് യുവജനങ്ങൾക്ക് കുറച്ചും കൂടിയും കൂട്ടായ്മ വളർത്താനും കുറച്ചും കൂടിയും പള്ളിയോട് ചേർന്ന് നിൽക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ ഇനിയും ഇതുപോലെ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവയിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും അധികം ഇടവക ജനങ്ങൾ ചേർന്നിട്ടുള്ള ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ ആദ്യമായിട്ടാണ്. ഇത്രയധികം അതുപോലെ പുലർച്ചെ രാവിലെ എണിച്ച് വന്ന് ജാഥയായി വരുന്നതും, അതുപോലെ ആദ്യം കരുതിയത് ഇത് അത്രയ്ക്കും ഇടവകങ്ങള് ഇത്രയ്ക്കും ഇത് സക്സസ് ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും ഒരുപോലെ കൂട്ടായി നിന്നു. അതുപോലെ കുറച്ചും കൂടിയും കൂട്ടായ്മ വളർത്താൻ, പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള കുറച്ചും കൂടി ഒരു കോംപ്ലക്സ് അങ്ങനത്തെ അതൊക്കെ കുറച്ച് ഒന്ന് എളിമപ്പെടാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ അതൊക്കെയാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ധ്യാന രീതിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ഞങ്ങൾക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടവകയോട് ചേർന്ന് നിന്ന അച്ഛന്മാരോട് വളരെ നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ധ്യാനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.